ഹലോ കൂട്ടുകാരെ, രമ്യാസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക കറിയാണ് കേട്ടോ. അതിനായി ഞാനിവിടെ ഒരു 1/4 കിലോ വെണ്ടയ്ക്കയാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതെല്ലാം നമുക്ക് എണ്ണയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമുക്ക് അതിനുള്ളൊരു അരപ്പ് ശരിയാക്കാം. സ്വല്പം തേങ്ങയും 2 ചെറിയുള്ളിയും ചേർത്ത് നന്നായിട്ട് നമുക്കത് അരച്ച് വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്കയെല്ലാം നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഒരു മൺചട്ടി ഗ്യാസിലോട്ട് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് ഉലുവ ഇടുക. ഉലുവയെല്ലാം നന്നായി ആയതിനു ശേഷം ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാളയും സ്വല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ് വെള്ളം അതിലോട്ട് ചേർക്കാം. വെള്ളമെല്ലാം നന്നായിട്ട് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കത് ഒന്ന് തിളയ്ക്കുന്നതിനായിട്ട് വെക്കാം. വെള്ളമെല്ലാം ഒഴിച്ച് അത് തിളച്ച് വന്നതിന് ശേഷം ഞാനിവിടെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. പുളിയെല്ലാം ഒന്ന് പിഴിഞ്ഞ് അതിലോട്ട് ആ വെള്ളമെല്ലാം ഒഴിച്ച് നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും അതിലോട്ട് ചേർത്തുക. വെണ്ടയ്ക്കയെല്ലാം ചേർത്തി അതെല്ലാം ഒരു പകുതി വേവായതിനു ശേഷം നമുക്ക് ഇവിടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയെല്ലാം അതിലോട്ട് ചേർത്തി സ്വല്പം വെള്ളവും കൂടി ആഡ് ചെയ്ത് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയെല്ലാം ചേർത്തി അതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്കക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻ കറിയേക്കാൾ ടേസ്റ്റി ഉള്ളൊരു വെണ്ടയ്ക്കക്കറിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ.